തന്നെ അപമാനിച്ച ബിഷപ്പിനെ രേണുസുതി എങ്ങനെ അനുഗ്രഹമായി എന്ന് ഞാൻ പറയാം. രേണുസുതിയുടെ വീടിന്റെ അപ്രൂവൽ ലഭിച്ചു. അപ്രൂവൽ ലഭിക്കാതിരിക്കാനുള്ള കാരണം ബിഷപ്പിനെതിരെ ബന്ധുക്കൾ കൊടുത്ത കേസുകളാണ്. ബന്ധുക്കൾ കൊടുത്ത കേസുകളൊക്കെ തള്ളിപ്പോയി. പലർക്കും ബിഷപ്പ്, തന്നെ വിശ്വസിച്ച എല്ലാവർക്കും ബിഷപ്പ് കുറെ പേർക്ക് സ്ഥലമൊക്കെ രജിസ്റ്റർ ചെയ്തു. യാതൊരു പ്രശ്നവും ഇല്ല അതില്. പക്ഷേ പഴയ കേസ് വെച്ച് ചിലര് ഈ പഞ്ചായത്തിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്തതിനെ കുറിച്ച് അവർക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി സമയമെടുത്തതിന്റെ പേരിലാണ് ഈ അപ്രൂവൽ വൈകിയത് എന്നാണ് ലഭിച്ച വിവരം. അപ്പോ ഇത് വളരെ രേണുസുതിയെ അപമാനിച്ചു. രേണുസുതി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലോകത്തിന്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. രേണുസുതിയുടെ തലയിലെ പേൻ പോലും ഇവിടെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും മൈന്യൂട്ടായിട്ട് രേണുസുതിയെ തലനാരിഴ കയറി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ ലോകത്തിൽ പല കോണുകളിലും ഉള്ളത് കൊണ്ട് ഈ കാര്യത്തിനും വലിയ എന്താ പറയാ, വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ബിഷപ്പിന്റെ സ്ഥലം വിറ്റുപോകാത്തതിന്റെ കാരണം എന്തായിരുന്നു? ഈ ബന്ധുക്കളായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ അത് വാങ്ങിക്കാതിരുന്നത്. അല്ലാതെ ബിഷപ്പ് പറയും പോലെ അത് രേണുസുതി വന്ന കാരണം വിറ്റുപോകാതിരുന്നു എന്നല്ല. അത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ. പക്ഷെ രേണുസുതി ബിഷപ്പിനെ അനുഗ്രഹിച്ചു. എങ്ങനെ? ഈ ബന്ധുക്കളെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരെയും ഈ ലോകം മുഴുവനും എന്തായിരുന്നു ഇതിന്റെ പ്രശ്നമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായി സോഷ്യൽ മീഡിയയിലൂടെ സാധിച്ചു. അത് രേണുസുതിയുടെ ഈ പബ്ലിസിറ്റി, നെഗറ്റീവ് പബ്ലിസിറ്റിയോ പോസിറ്റീവ് പബ്ലിസിറ്റിയോ അത് ഓരോരുത്തരും എടുക്കുന്നത് പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് ഇപ്പോ ആളുകൾക്ക് അറിയാം. സ്ഥലം വിൽക്കാനോ വാങ്ങാനോ അവിടെ യാതൊരു തടസ്സവും ഇല്ലെന്നും ബന്ധുക്കൾ അടിസ്ഥാനരഹിതമായ പരാതിയാണ് കൊടുത്തിരിക്കുന്നതെന്നും അവർ പറഞ്ഞു പരുത്തുന്നതിനനുസരിച്ച് സ്ഥലം വാങ്ങാൻ വരുന്ന വ്യക്തികൾ പിന്തിരിഞ്ഞു പോവുകയാണെന്നും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഇനി എല്ലാവർക്കും പോയി ധൈര്യമായിട്ട് സ്ഥലം വാങ്ങിക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരുടെയും ആ തെറ്റിദ്ധാരണയാണ്, സ്ഥലം വാങ്ങാൻ വരുന്ന ആളുകളുടെ എല്ലാവരുടെയും ആ തെറ്റിദ്ധാരണയാണ് ഇപ്പോ ഇതുമൂലം മാറിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ രേണുസുതി ബിഷപ്പിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചില അപമാനങ്ങൾ സഹിക്കുന്നതിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടവരാണ്, അപമാനം സഹിക്കുന്നവരാണ് ലോകത്തിന് മുൻപിൽ പിന്നീട് തെറ്റിദ്ധാരണകളൊക്കെ മാറുമ്പോൾ ഏറ്റവും വലിയ സന്മനസ്സുള്ള വ്യക്തികളായി മനസ്സിലാക്കപ്പെടുന്നത്. ഇനി രേണുസുതി പല നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ആ നുണകൾക്ക് എല്ലാം ഉള്ള ഉത്തരം ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ ഓരോ തലയ്ക്കുന്ന നുണ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ചിലർ അറിഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ നുണകളും എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? നുണയാണോ അത്? യഥാർത്ഥത്തിൽ സത്യം എന്നുള്ളത് എന്താണ്? അതാർക്കെങ്കിലും അറിയോ? സത്യം എന്നത് മാറ്റം വരുത്താൻ സാധിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നത് പോലും അതൊരു സത്യമായിട്ട് അംഗീകരിച്ചിരുന്നത് പോലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ സത്യം എന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻസ് ചെയ്യുന്നതാണെന്ന് ഇതുവരെ കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് ഒരു വീഡിയോയുമായി കാണാം. രേണുസുതിയുടെ നുണകൾ എന്ന് പറഞ്ഞ് തന്നെ ആ നുണകളെ കുറിച്ച് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് കാണാം. താങ്ക് യു. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റിൽ രേഖപ്പെടുത്തണം, ഷെയർ ചെയ്യണം, എല്ലാവരും അറിയട്ടെ.